യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിറ്റ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമായിരുന്നു. അവിടെ നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അതായത് നമ്മളുടെ സ്റ്റാറ്റസ് എന്താണ്, ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്. അതായത് കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ദൈവം ദാനമായി കൊടുക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. ആ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ ക്രിസ്തുവിൽ എന്തായിരിക്കുന്നു, നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്, അത് നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള സാക്ഷ്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായി തീർന്നു. 2 സാക്ഷികളുണ്ട്. അതിൽ ഒരു സാക്ഷി എന്ന് പറയുന്നത് ഞാൻ തന്നെയും, മറ്റേ സാക്ഷി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ, അഥവാ ദൈവം തന്നെ എൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചത് പുത്രത്വത്തിൻ്റെ ആത്മാവ് എന്നുള്ളതാണല്ലോ. അതേ, ദാസ്യത്തിൻ്റെ ആത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നതായ, അതായത് ദൈവത്തെ അപ്പ, ഡാഡി, പപ്പ എന്ന് വിളിക്കുന്നത് പോലെയുള്ള ആ വിളി നടത്തുന്നതായ ആത്മാവ്, അതേ പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതാണ് വാസ്തവത്തിൽ നമ്മളുടെ സമ്പത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മീക സമ്പത്ത് എന്ന് പറയുന്നത്. മനോഹരമായൊരു പാട്ടുണ്ടല്ലോ, എൻ്റെ സമ്പത്ത് ഒന്ന് ചൊല്ലുവാൻ വേറെയില്ല, യേശു മാത്രം സമ്പത്താകുന്നു. എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പാടുന്നത്? ആ പാടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ദൈവം നമ്മളുടെ സ്റ്റാറ്റസ്, അതായത് നമ്മുടെ നില ക്രിസ്തുവിൽ ഉറപ്പിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ ക്രിസ്തുവിൽ ഇപ്രകാരം ഒരു നില കൈവരിച്ചതായ ഒരു വ്യക്തിയോട് എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ്, അതേ കർത്താവ് തന്നെ അവൻ്റെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു, നീ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ളത്. ഇത് നമുക്ക് നൽകുന്നതായ അനുഗ്രഹം എന്താണ്? ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ ആരാണെന്നുള്ള ആ ഉത്തമമായ ബോധ്യം നമ്മുടെ ഉള്ളിൽ തരികയും, ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും, അനുകൂലമായ ഘട്ടങ്ങളിലാണെങ്കിലും പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലാണെങ്കിൽ പോലും എനിക്ക് ഒരു പിതാവുണ്ട്, അവൻ സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്, അതേ എൻ്റെ അപ്പയാണ്, എൻ്റെ ഡാഡിയാണ് എന്നുള്ള ആ ബോധം നമ്മളിൽ ഉണ്ടായിട്ട് ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് രക്ഷയ്ക്ക് വേണ്ടി കാംക്ഷിക്കുന്ന ആ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അങ്ങനെയല്ലേ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്? രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിൻ്റെ ഉള്ളിലാക്കും. അതെ, ഇന്ന് ഞാൻ നിങ്ങളോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഇപ്രകാരം ഈ ആത്മാവ് സാക്ഷ്യം വഹിക്കുന്നതായ ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട്, അല്ല ഈ ദിവസങ്ങളൊക്കെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങൾ സാക്ഷ്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ നിങ്ങൾ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് നമ്മൾ അതിൻ്റെ അടുത്തതായ വാക്യത്തിലേക്കാണ് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് ഈ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. നാം മക്കളെങ്കിലോ അവകാശികളും ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഈ ഒരു വാക്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു വാക്യത്തിൽ തന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഈ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്നുള്ളതായ ആ ഒരു വലിയ വിശദീകരണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന പോലെ അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ഇത് കേവലം ഒരു ആലങ്കാരിക പദമല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വിശദമായി പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്നതായ ഈ നില, ഈ ഒരു അനുഗ്രഹം, ദൈവമക്കൾ എന്നുള്ളതായ പദവി, ഇതൊന്നും ആലങ്കാരികമല്ല, അല്ലെങ്കിൽ സാങ്കേതികവുമല്ല, മറിച്ച് ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന പൊസിഷനാണിത്. ഇന്ന് ഞാൻ നിങ്ങളോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മക്കൾ എന്ന പൊസിഷനാണ്. യേശുക്രിസ്തുവാണ് ഏകജാതനായ പുത്രൻ. എന്നാൽ നമ്മെ എല്ലാവരെയും ദൈവം
ദത്തെടുത്ത് അവനോടുകൂടെ അതെ അവകാശിയാക്കി വയ്ക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ആലങ്കാരിക പദമല്ല, മറിച്ച് ഈ ഒരു പദവി ദൈവം നമുക്ക് നൽകുമ്പോൾ നമ്മെ ദത്തെടുത്തതായ അല്ലെങ്കിൽ മറ്റൊരു പിതാവിൻ്റെ മക്കളായിരുന്ന നമ്മെ, അതേ പിശാചിൻ്റെ മക്കളായിരുന്ന നമ്മെ യേശുക്രിസ്തു എന്നുള്ളതായ ആ മറുവില കൊടുത്ത് നമ്മെ വീണ്ടെടുത്തപ്പോൾ, നമ്മെ തിരികെ പ്രാപിച്ചപ്പോൾ നമ്മൾ പുതിയ ഭവനത്തിലേക്ക് വന്ന് ആ ഭവനത്തിലുള്ള മക്കളായി നമ്മൾ തീർന്നു. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ആ ഭവനത്തിൻ്റെ അവകാശിയുമായി നമ്മൾ മാറുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവഭവനത്തിൻ്റെ അവകാശികളാക്കി ദൈവം നമ്മെ മാറ്റിയിരിക്കുന്നു. ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് ഗ്രഹിപ്പാൻ സാധിക്കും. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. നോക്കൂ, സകലത്തിനും അവകാശി. ഇന്ന് ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഇന്ന് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൻ്റെയും അവകാശി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുത്രനായ യേശു ക്രിസ്തുവാണ്. പിതാവായ ദൈവമാണ് ഇവയെല്ലാം സൃഷ്ടിച്ചത്. എലോഹീം, സൃഷ്ടാവാൻ ദൈവം, അവനാണ് എല്ലാത്തിനും സൃഷ്ടിച്ചത്. പക്ഷേ ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിൻ്റെയും അവകാശി എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. നമ്മൾ ക്രിസ്തുവില്ലാത്തവരാണെങ്കിൽ നമുക്കൊരിക്കലും ഇതിൽ യാതൊരു അവകാശവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇങ്ങനെ അവകാശം എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, അങ്ങനെ അവകാശം പറഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും പോകാൻ സാധിക്കുമോ? ശരിയാ, ഇല്ല. ഈ ലോകത്തിൽ നമുക്ക് അങ്ങനെ ഒരു അവകാശമേ പറയാൻ സാധിക്കത്തില്ല. പക്ഷെ യാഥാർത്ഥ്യം ഇതാണ് എന്നുള്ള വസ്തുതയാണ് ഇവിടെ ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. ഞാൻ ഈ ഒരു തരുണത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ടാക്സ് വിരിക്കാൻ വേണ്ടി ടാക്സ് കളക്ടേഴ്സ് വന്നപ്പോൾ അവർ പറഞ്ഞതായ ഒരു കാര്യം നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഗുരു ടാക്സ് കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ആ ശിഷ്യൻ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, രാജാക്കന്മാർ നികുതി വാങ്ങുന്നത് രാജ്യത്തിലെ പുത്രന്മാരോടാണോ അതോ അന്യരോടാണോ എന്നുള്ള ഒരു ചോദ്യമാണ് യേശു ചോദിച്ചത്. ആ ചോദ്യത്തിന് മറുപടിയായി ശിഷ്യന്മാർ പറഞ്ഞത് അന്യരോട് എന്നുള്ളതാണ്. അതായത് രാജ്യത്തിൻ്റെ പുത്രന്മാർ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒഴിവ് ഉള്ളവരാണല്ലോ എന്നുള്ള ആ ഒരു സ്വരത്തിലാണ് ഇവിടെ കർത്താവ് സംസാരിച്ചത്. അപ്പോൾ തന്നെ നമുക്കറിയാം, കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതായ വളരെ ഫേമസ് ആയൊരു വാചകമുണ്ട്: കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്നുള്ളതായ ചിന്ത. അപ്പോൾ ആ ചിന്തയെല്ലാം കർത്താവ് യേശുക്രിസ്തുവിന് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെല്ലാവരും ദൈവത്തിന് അവകാശികളാണ് എന്നുള്ള പ്രധാനമായ ചിന്തയാണ്. അതായത് ദൈവം സൃഷ്ടിച്ചതായ സകലത്തിനും നമ്മൾ അവകാശികളാണ്. അതിനെക്കുറിച്ച് യേശുക്രിസ്തുവിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ പറഞ്ഞത്, രാജ്യത്തിൻ്റെ പുത്രന്മാർ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാർ, ദൈവത്തിൻ്റെ പുത്രന്മാർ നികുതി കൊടുക്കേണ്ടതില്ല. പക്ഷെ എങ്കിലും ഇടർച്ച വരാതിരിക്കാൻ വേണ്ടി നീ പോയി എനിക്കും നിനക്കും വേണ്ടി ഈ നികുതി കൊടുക്കുക എന്ന് യേശു പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഇന്ന് ഈ ഭൂമിയിലുള്ള എല്ലാം നമുക്ക് ദൈവം അവകാശമായി തന്നതാണ്. ഇവിടെയുള്ള സസ്യങ്ങൾ, ഇവിടെയുള്ള എല്ലാവിധമായ കാര്യങ്ങളും നമുക്ക് അവകാശമായിട്ടുള്ളതാണ്. ലോകത്തിൻ്റെ ചില നിയമങ്ങൾ ആ ഒരു വിഷയത്തിലുണ്ട് എങ്കിലും നമ്മളെല്ലാവരും അതിന് അവകാശിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട അവകാശി എന്ന് പറയുന്നത് പിതാവായ ദൈവം പുത്രനായി യേശുക്രിസ്തുവിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ മക്കളാകുമ്പോൾ, അതായത് കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച് നമ്മൾ മക്കളായി തീരുമ്പോൾ, പിതാവായ ദൈവം പുത്രനായി ക്രിസ്തുവിന് കൊടുത്തതായ ആ അവകാശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അവകാശികളാണ്, ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണ്. ഞാനിത് എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തോടുള്ള നമ്മുടെ പ്രാഗൽഭ്യം, ദൈവം ഒരുക്കിയതായ നന്മകൾക്ക് ഉള്ളതായ നമ്മളുടെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് നമ്മെ നന്നായിട്ട് പ്രാർത്ഥിക്കുവാനും ഇത് നമ്മെ കൂടുതൽ ആത്മീയമായ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാനും ഇടയാക്കി തീർക്കും. നോക്കൂ, ഈ അവകാശം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? അതിൻ്റെ ഒരു സൂചന നമുക്ക് റോമാലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. ലോകാവകാശി ആകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്തിൻ്റെ നീതിയാലല്ലോ ലഭിച്ചത്. എന്താണ് ഈ വാക്യം നമ്മോട് പറയുന്നത്? ഈ അവകാശിയാകുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തത് ന്യായപ്രമാണത്തിൽ കൂടെ അല്ല ദൈവം അവർക്ക് കൊടുക്കുന്നത്.
അതായത് മോശ മുഖാന്തരം ദൈവം തൻ്റെ ജനവുമായി ഉണ്ടാക്കിയത് ആ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലല്ല ദൈവം ഈ വാഗ്ദത്തങ്ങളെല്ലാം ഈ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും കൊടുക്കുന്നത്. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പഴയ നിയമകാലത്തൊന്നും ഈ വിശ്വാസത്താലുള്ള നീതി എന്നുള്ള വിഷയമില്ല, മറിച്ച് പ്രവൃത്തിയാലുള്ള നീതീകരണമാണ് നമുക്ക് പഴയ നിയമ പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതായത് പ്രവൃത്തിയിലൂടെ നീതീകരിക്കപ്പെടുന്നു എന്നുള്ളതായി ചിന്ത. പക്ഷേ ആ ഒരു പ്രമാണം ദൈവം നീക്കിക്കളഞ്ഞു എന്നുള്ളത് നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ സ്ഥാനത്താണ് നമുക്ക് ദൈവം നൽകിയതായ പ്രമാണം, അതായത് വിശ്വാസത്താലുള്ള നീതീകരണം. അപ്പോൾ വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുന്നെങ്കിൽ അതേ വിശ്വാസത്തെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ഈ അവകാശം എന്ന് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു ഞാൻ, നിങ്ങൾ എന്നുള്ളതായ ചിന്തയിൽ നിന്നും നമ്മൾ അവകാശികളാണെന്നുള്ള ആ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് പ്രവേശിപ്പാനിടയായിത്തീരും. അപ്പോൾ അങ്ങനെ അവകാശമുള്ളവരായ ആളുകൾ എന്താണ് ചെയ്യുന്നത്? ആ അവകാശത്തെ എപ്പോഴും അവർ മുറുകെ പിടിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഒരു വീടുണ്ടെങ്കിൽ, നമുക്ക് അല്പം സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന എന്തുവാ? ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്. ഒരുപക്ഷെ നമ്മുടെ അപ്പൻ്റെയോ അമ്മയുടെയോ ഒക്കെ പേരിലായിരിക്കാം ആ സ്ഥലം കിടക്കുന്നതെങ്കിലും നമ്മുടെ ഉള്ളിൽ ലഭിക്കുന്നതായ മറ്റൊരു സന്തോഷവും ഉറപ്പും എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അവകാശിയാണ്, അതുകൊണ്ട് ഈ സ്ഥലം, ഈ വീട്, ഇതെല്ലാം എനിക്ക് ഉള്ളതാണ്, ഇതിൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ പെരുമാറുന്നത്. നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാൾ അതിക്രമിച്ചു കയറിയാൽ നമ്മൾ മിണ്ടാതിരിക്കുമോ? നമ്മൾ മൗനമായിരിക്കുമോ? മറിച്ച് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നവരായിത്തീരും. ആ വിഷയത്തിൽ നമ്മൾ ഇടപെടുന്നവരായിത്തീരും. ഇതുപോലെ തന്നെയാണ് നമുക്ക് ദൈവം തന്നതായ ആ അവകാശം, മക്കൾ എന്ന നിലയിൽ ദൈവം നമുക്ക് നൽകുന്ന അവകാശം വെല്ലുവിളിക്കപ്പെടുമ്പോൾ അതിൻ്റെ നടുവിൽ അവകാശിയാകുന്ന നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് അതെ നമ്മൾ അവകാശിയാകുന്നത് കൊണ്ടാണ്. ആ അവകാശ ബോധത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് സംസാരിക്കാനും ദൈവം നമുക്ക് നൽകുന്ന വിജയങ്ങളെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ആ അവകാശ ബോധത്തിൽ നമ്മൾ ജീവിക്കണം. ക്രിസ്തുവിന് ഇന്ന് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം തന്നെ ഞാൻ അവനോടുകൂടെ കൂട്ടവകാശിയാകുന്നു. അതേ, ക്രിസ്തുവിലുള്ളത് സകലതും നിനക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് തരുന്നതായ സന്തോഷം എത്ര വലുതാണ്. ഇന്ന് ഞാൻ ഈ സന്ദേശം ഇവിടെ നിർത്തുക. പക്ഷേ ഇന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ദൈവ മക്കൾ എന്നുള്ള സ്റ്റാറ്റസാണ്. അതേപോലെ തന്നെ ആ സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ദൈവത്തിന് അവകാശിയാണ്, ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശിയാണ്. അതുകൊണ്ട് ആ ഒരു നിലയിൽ ജീവിപ്പാനും ആ നിലയിൽ പെരുമാറാനും ആ നിലയിലുള്ള ഒരു ആത്മീയ ജീവിതം നയിപ്പാനും ഞാനിന്ന് നിങ്ങളെല്ലാവരും ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ കേട്ട വചനം പോലെ ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ അവകാശികളാണെന്നും ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള സ്റ്റാറ്റസിൽ ഞങ്ങൾ നിന്നുകൊണ്ട് ദൈവമേ അങ്ങ് ഞങ്ങൾക്കായി നൽകുന്നതായ ആ അവകാശത്തിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും ദൈവഹിതം ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ ഞങ്ങളാൽ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ഇതേ വാക്യം അടുത്ത വാക്യം കൂടെ ചേർത്ത് നമ്മൾ ചിന്തിക്കുന്നതാണ്. അതിനുവേണ്ടി വളരെ പ്രതീക്ഷയോടുകൂടി ആയിരിക്കാം. അതേ, നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്തിന് അവകാശികളാണ്. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് കൂടുതൽ ദൈവവചനവും അതേപോലെ തന്നെ ആത്മീയമായ കൂട്ടായ്മയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വിളിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.